ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക. ഒന്നാമതായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന അറിയിപ്പാണ് PM കിസാൻ സമ്മാൻ നിധിയുടെ 16ാമത്തെ ഗഡു തുകയായ 2000 രൂപയുടെ വിതരണം ഫെബ്രുവരി 28 ബുധനാഴ്ചയുണ്ടാകുമെന്ന അറിയിപ്പാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. ബുധനാഴ്ച മഹാരാഷ്ട്രയിൽ വെച്ച് പ്രധാനമന്ത്രി 11:30 ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ DBT സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് തുക കൈമാറ്റം ഒരേ സമയം നടത്തും. 16ാമത്തെ ഗഡു രാജ്യത്തെ 9 കോടിയോളം കർഷകർക്ക് ലഭിക്കും. കഴിഞ്ഞ ഗഡു 8.5 കോടി കർഷകർക്കാണ് ലഭിച്ചത്. പുതിയതായി അപേക്ഷകൾ നൽകിയവർക്കും eKYCയും ലാൻഡ് സീഡിങ്ങും ആധാർ അക്കൗണ്ട് ലിങ്കിങ്ങും ഒന്നും കൃത്യമായി നടത്താത്തതിനാൽ ഗഡുക്കൾ മുടങ്ങിപ്പോയവർ ഇതിനു വേണ്ടിയുള്ള ക്യാമ്പുകൾ വഴിയും കൃഷി ഓഫീസുകൾ വഴിയും നേരിട്ടും പിഴവുകൾ തിരുത്തുകയും ചെയ്തതിലൂടെയാണ് ഇത്തവണ കിസാൻ നിധി ആനുകൂല്യം ലഭിച്ചവരുടെ എണ്ണം കൂടിയത്. പിഴവുകൾ തിരുത്തിയവർക്ക് മുടങ്ങിയ ഗഡുക്കളും ലഭിക്കും. ഒരു ഗഡു മുടങ്ങിയവർക്ക് നാളെ 4000 രൂപയും 2 ഗഡു മുടങ്ങിയവർക്ക് 6000 രൂപയും 4 ഗഡു മുടങ്ങിയവർക്ക് 10000 രൂപ വരെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ്. കേരളത്തിലെ 25 ലക്ഷത്തിലേറെ കർഷകർക്ക് ഈ ആനുകൂല്യം നാളെ എത്തിച്ചേരുന്നു. രണ്ടാമത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ 6 മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് കുടിശ്ശിക ആയിരിക്കുന്നത്. 2024 വർഷം തുടങ്ങിയിട്ട് 2 മാസം പൂർത്തിയാകുമ്പോഴും 1 രൂപ പോലും ക്ഷേമ പെൻഷനായി വിതരണം ചെയ്യുവാൻ ധനമന്ത്രി KN ബാലഗോപാലിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ലോക്സഭാ ഇലക്ഷന് ഇടതുപക്ഷത്തിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. 58 ലക്ഷം ക്ഷേമ പെൻഷൻകാരാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് 2000 കോടി രൂപ കടമെടുത്താണ് ക്ഷേമ പെൻഷൻ വിതരണം ഉടനെ നടത്തുന്നത്. നേരത്തെ 23,000 കോടി രൂപ കൂടി കടമെടുക്കുവാൻ അനുവദിക്കുവാൻ ഇടക്കാല ഉത്തരവ് തേടി സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാനം ജനുവരിയിൽ നൽകിയ കേസ് ഇനി മാർച്ച് 6-7 തീയതികളിലാണ് വാദം കേൾക്കുന്നത്. സുപ്രീം കോടതിയിലെ കേസ് നീണ്ടുപോകുന്നതിനെ തുടർന്നാണ് സഹകരണ ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്ന് വായ്പയെടുത്ത് ഉടനെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ നടപടി തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായി സഹകരണ ബാങ്കുകൾ ആവശ്യം ഉന്നയിച്ചതുപോലെ ക്ഷേമ പെൻഷന് നൽകുന്ന വായ്പയുടെ പലിശ നിരക്ക് 8.8% നിന്നും 9.1% ഉയർത്തി നൽകുകയും ചെയ്തു കഴിഞ്ഞു. മാർച്ച് 6-7 തീയതികളിൽ സംസ്ഥാനത്തിന് കടമെടുക്കുന്നതിൽ ആനുകൂല്യമായ വിധിയുണ്ടായാൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ മറ്റൊരു ഗഡു കൂടി വിതരണം ഉണ്ടാകും. കടമെടുക്കുന്നതിന് അനുവദിക്കുന്ന തുക അനുസരിച്ച് 1 മാസത്തെയോ 2 മാസത്തെയോ ക്ഷേമ പെൻഷൻ കൂടി അനുവദിക്കും. അതിന്റെ വിതരണം ഏപ്രിൽ മാസത്തിൽ വിഷുവിന് മുന്നോടിയായിട്ടായിരിക്കും ഉണ്ടാവുക. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ സർക്കാരിന് പോലും തീയതികൾ ഉറപ്പില്ലെങ്കിലും കേന്ദ്ര ആനുകൂല്യമായ PM കിസാന്റെ 2000 രൂപ നാളെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. ക്ഷേമ പെൻഷൻ വിതരണ തീയതി അറിഞ്ഞാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്.